സാധാരണ ഉള്ള ആൾക്കാർക്ക് നരയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിവരവും ബോധവും ഒക്കെ വരുമെന്നാണ്. പക്ഷെ അമ്മയ്ക്ക് അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അമ്മൂമ്മക്ക് അമ്മായി പറഞ്ഞതിന്റെ ആ ധ്വനി മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. അമ്മൂമ്മക്ക് ഇത്രയും പ്രായമായി വെറും പടി കിളവിയായിട്ടും 10ന്റെ ചില്ലി നയാ പൈസയുടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന്. അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? പിന്നെ ഓഹോ, അങ്ങനെ നീ പറഞ്ഞല്ലോ. സ്വന്തം അമ്മായിയമ്മയ്ക്ക് വിവരവും ബോധവും ഇല്ലെന്ന് പറയുന്ന നിന്റെ വിവരം എന്തോ ഉണ്ടെന്നേ നിന്റെ നാട്ടിൽ ഒന്ന് നിന്റെ കുടുംബത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. അതെങ്ങനെയാ? അങ്ങനെ അന്വേഷിക്കാനുള്ള സമയം വല്ലതും നീ തന്നോ? എന്റെ ചെറുക്കനൊന്നും ഞൊടിച്ചപ്പോഴത്തേനും അവന്റെ പുറകെ നീ പോരുന്നില്ലയോ? അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എന്റെ കുടുംബക്കാരെ പറയരുത്. അതെ, കുടുംബക്കാരെ പറയാതിരിക്കണമെങ്കിലേ അതുപോലെ പെരുമാറണം. ആഹാ, കൊള്ളാല്ലേ. പറഞ്ഞ കുടുംബക്കാരെ പറഞ്ഞു പോകണം. നീയാണ് എരിയാറ്റി കൊടുക്കുന്നത്. ഞാൻ അവിടെ ചെറുക്കനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ കേട്ടാ. അമ്മ ഇങ്ങ് വന്നേ. എന്റെ അമ്മായി ഒന്നാമത്തെ തൊണ്ടയൊക്കെ വല്ലാണ്ടാവാണ്. അമ്മ ഒരു ഹെൽപ്പ് ചെയ്യൂ. ദേ ഇത് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത ചെല്ല്. വെറുതെ വഴക്കുണ്ടാക്കാൻ വരും. തൊണ്ട നന്നാവണമെങ്കിലേ ചിലരുടെ ഒക്കെ മനസ്സ് നന്നാവണം. അമ്മൂമ്മ, ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കാൻ എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മൂമ്മ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് തോളത്ത് കയറുക. ചേച്ചി ഒന്നും ഉണ്ടായിരുന്നേ. അമ്മൂമ്മയ്ക്ക് ഒന്നാമതേ വയ്യാതിരിക്കുക. എന്താണ് പെട്ടെന്നൊരു ചുമ? വില്ലൻ ചുമയാണോ? ഇത് വില്ലത്തെ ചുമയല്ലേ അമ്മായി? അതെ അതെ അതെ, ചുമ്മാ അടുക്കള കിടന്ന് അലമ്പുണ്ടാക്കല്. ഇവിടെ എന്തായാലും ആ അരിഞ്ഞ അടുപ്പത്ത് വെച്ചാലും വല്ലതും കഴിക്കാൻ പറ്റും അല്ലേ അമ്മൂമ്മ? ഞാൻ ഉണ്ടാക്കുന്നതേ എന്റെ മക്കൾക്ക് വേണ്ടിയാ. വേറെ ഉള്ളവർക്ക് വേണമെങ്കിൽ അവര് ഉണ്ടാക്കി കഴിക്കും. അതെങ്ങനെ ഉണ്ടാക്കി കഴിക്കത്തില്ലല്ലോ, ഓർഡർ കൊടുത്ത് മേടിച്ച് കഴിക്കത്തല്ലേ ഉള്ളൂ. അഹങ്കാരം അല്ല എന്തോ. എന്നെ പറഞ്ഞാണ് നിന്നെ പറഞ്ഞാണ്. ഇത്ര നേരം എന്നെ പറഞ്ഞോണ്ടിരുന്നത് ഇതുവരെ തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ നീ കണ്ടില്ലേ? അമ്മമ്മ വീണ്ടും ആ പഴയ സംസാരം തുടങ്ങിയല്ലേ. ഞാൻ എപ്പോഴാണ് പൈസയുടെ അഹങ്കാരം കാണിച്ചത്? ഇവിടെ ചില ആൾക്കാരെ പറ്റി പടവലത്തുള്ളവരൊക്കെ സംസാരിക്കണത് കേക്കണം. ചില ആൾക്കാരൊക്കെ പറയണ കേട്ടാലുണ്ടല്ലോ മനുഷ്യന് തൊലി ഉരിഞ്ഞു. ആരെ കുറിച്ച് എന്താ പറഞ്ഞെന്നാ പടവലത്തുള്ളവര്? അമ്മൂമ്മനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യേ ഒരു ദിവസം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടായിരുന്നു. പ്രത്യേകിച്ച് പണിക്കാര്. പിന്നെ പണിക്കാര് പറഞ്ഞു അവരെയൊക്കെ ഞാൻ എന്റെ കൂടെ പറഞ്ഞ സഹോദരങ്ങളായിട്ടാ കാണുന്നത്. അവർക്കൊക്കെ എന്തുമാത്രം സഹായം ചെയ്തിട്ടുണ്ടെന്നറിയാവോ? എത്ര കല്യാണങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടെന്നറിയാവോ? പോയി സദ്യ ഉണ്ടായിരിക്കും അല്ലേ അമ്മ? അമ്മൂമ്മയെ കുറിച്ച് അങ്ങനൊന്നും പറയല്ലേ, കേട്ടല്ല. നീ എന്തിന്റെ ഇടയിൽ കയറണ? ഞാൻ അമ്മയുടെ സംസാരിക്കണത്. കൊച്ചുകുരിപ്പേ, നീ എന്തിനാണ് ഇതിന്റെ ഇടയിൽ കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കണത്? നീ മിണ്ടായിരി. പിന്നെ എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? കൊച്ചൊന്നും പറയല്ലോ, കാര്യം ഞാൻ പറഞ്ഞു. നീ അടങ്ങട. ആദ്യം വല്ല പഠിക്കാൻ പോലെ അല്ലെങ്കിൽ വല്ല ജോലിക്ക് പോകും. വെറുതെ തക്കാളി നിന്ന് പഴത്തിനെ പോലെ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളുടെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഞങ്ങളൊരു പരിപാടിയും ചെയ്ത് ഇവിടെ ഒന്നും തിന്നാൻ പറ്റില്ല. പറഞ്ഞു കൊടമ്പൂമ്മ അങ്ങോട്ട്. എന്റെ പിള്ളേരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും പടവലത്തെ പണിക്കാരെടുത്ത് കാണിക്കണം അല്ലേ മാ? എന്ത് കാണിച്ചടി? എന്ത് കാണിച്ചു? ലച്ചു, നീ കേട്ടോ നമുക്ക് പറഞ്ഞോളൂ. പടവലത്തെ പണിക്കാരൊക്കെ അമ്മൂമ്മനെ പറ്റി എന്തൊക്കെയാ പറയണെന്ന് അറിയോ? പണിക്കാരുടെ അടുത്ത് അമ്മൂമ്മ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. കൊട്ടാരത്തിലെ തമ്പ്രാട്ടിയാണെന്നാണ് വിചാരം. ഭയങ്കര ജാടയാണ്, അഹങ്കാരാണ്. എന്റെ പണിക്കാരൊന്നും അങ്ങനെ പറയത്തില്ല. അവരൊക്കെ ഞങ്ങളെ ദൈവത്തെ പോലെ കാണുന്നത്. അച്ഛൻ അവരൊക്കെ ദൈവത്തിനെ പോലെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അമ്മേ ഭദ്രകാളിനെ പോലെ എനിക്ക് കാണുന്നത്. ലച്ചു, നീ എന്റെ ഇത് മേടിക്കല്ലേ കേട്ടാ. പറയാവൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ ഇനി ഇങ്ങനെയൊക്കെ പറയാം. മേടിക്കല്ലേ ലച്ചു, മേടിക്കല്ലേ. ചോനർത്തല ഭവാനിയെ തോറ്റോ. എന്താ ബോധം പോയിട്ടില്ലടാ വെള്ളം തെളിക്കാൻ. ചേച്ചി ഒരുമാതിരി പരിപാടിയാണ് കളയണ്ട. അമ്മ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്? വിളിച്ചങ്ങ് പറഞ്ഞോളും. ആ വിളിച്ച അമ്മൂമ്മക്ക് സങ്കടമായിട്ട് ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല, തമാശക്ക് പറഞ്ഞതാ. ഇങ്ങനെയാണോ തമാശക്ക് പറഞ്ഞത്? ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, നമ്മൾ പറയാനുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത്തവണ പറഞ്ഞപ്പോ കുറച്ച് കടുത്തുപോയി. അമ്മൂമ്മ ഞാൻ അറിയാതെ പറഞ്ഞത്. അമ്മൂമ്മ സോറി. തമാശക്ക് പറഞ്ഞു. അമ്മൂമ്മ എനിക്ക് അമ്മൂമ്മ വണ്ടി വിളിച്ചേ. അമ്മൂമ്മ എനിക്ക് അമ്മ
നീയൊക്കെ എന്തോ പറഞ്ഞേ? ചോണറത്തല ഭവാനി തോറ്റുപോയെന്നല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ചോണറത്തല ഭവാനി തോക്കത്തില്ലെന്ന്, ചോണറത്തല ഭവാനിയെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്നെ കൊണ്ടൊക്കെ ഞാൻ എന്റെ കാല് പിടിപ്പിച്ചോന്ന് ചമ്മിപ്പോയേ. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും, ചമ്മിപ്പോയി. അമ്മേ ശരിയാ, തമ്മിപ്പോയി.